നമസ്കാരം. എന്താണ് നമ്മൾ ഈ ഓരോ ദിവസവും കേൾക്കുന്നത്? കൊല്ലക്കാര് തന്നെ 2 കുട്ടികളാണ് ഇപ്പോൾ ഷാർജയിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ അതുല്യയുടെ അതിനു മുമ്പേ വിവഞ്ചിക ഇങ്ങനെയുള്ള കേസുകളാണ് വരുന്നത്. അതുല്യയുടെ വിവരം പൂർണ്ണ തെളിവോടുകൂടി ആണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ശരി, ഇത് ഈ കേരളത്തിന്റെ ഇതുപോലുള്ള പോക്കുകൾ ഓരോ ദിവസവും അനുദിനം ഈ പീഡനങ്ങളും മരണങ്ങളുമായി നമ്മളിത് പറയുന്നു, അടുത്ത ദിവസം ഇത് തന്നെ സംഭവിക്കുന്നു. ഇതാണ് സതീഷ്, മൊട്ട സതീഷ്. ഇത് വന്നിട്ട് ഞാൻ വന്ന് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വീക്കെൻഡ് ഞാൻ സാധനം എടുക്കാറുണ്ട്. കഴിച്ചിട്ട് ഞാൻ ഫുഡും കഴിച്ചിട്ട് എൻ്റെ അവൻ തന്നെ പറയുന്നുണ്ട്, മദ്യപിക്കാറുണ്ട്, ഉപദ്രവിക്കാറുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പിന്നെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ന്യായീകരണം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഈ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പം പിന്നെ ആളാകെ അപ്സെറ്റായി. അതാണ് അവന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പാർട്ടിക്കാണ് അജ്മാൻ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അതിനോട് ഞാൻ പോയി. പോകുമ്പോൾ എനിക്ക് ഒരു ഒറ്റ ചാവിയുള്ള റൂമിനകത്ത്. ആ ചാവി അവൾ ഈ ഒറ്റച്ചാവി എന്നത് തന്നെ നിഗൂഢമായ ഒരു കള്ളമാണ്. അവിടെ 2 ചാവി ഒന്ന് ഉള്ളത് അവിടെ അടുത്ത് താമസിക്കുന്ന അടുത്ത ഫ്ലാറ്റിലുള്ളവരൊക്കെ പറയുന്നുണ്ട് 2 ചാവി ഉണ്ടായിരുന്നു പറഞ്ഞു. ഈ ഒറ്റച്ചാവി എന്ന് പറയുന്നത് തന്നെ ഒരു മീഡിയയിലും വന്നിട്ടില്ല. പക്ഷെ അവിടെ അടുത്ത് താമസിക്കുന്നവരുടെ പറയുന്ന വിവരം വെച്ചിട്ട് 2 ചാവി ഉണ്ടായിരുന്നെന്ന് സ്പഷ്ടമാണ്. ലോക്ക് ചെയ്തു. ഞാൻ പുറത്തു പോയി. പുറത്തു പോയ ശേഷം ഞാൻ അത് കഴിഞ്ഞ് കുറേ നേരം ശേഷം എന്നെ കുറെ വിളിച്ചു വിടും. വാട്സപ്പിൽ ഞാൻ ഒരു സാഫായിട്ടുള്ളതാണ്. ഞാൻ പുറത്തു ഇങ്ങനെ വിളിക്കും. അത് മൈൻഡ് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് മരിക്കുന്നതിന് മുമ്പേ ഉള്ള വിളി, ഇത് സ്ഥിരം ഇങ്ങനെ വിളിക്കാറുണ്ടെന്ന്. എന്ന് വെച്ചാൽ ഇത് സ്ഥിര സംഭവമായിരുന്നു എന്നുള്ള ഇയാളുടെ വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിലെ വളരെ വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ട്. ഇയാൾ പറയുന്നുണ്ട്, ഇയാൾ തന്നെയാണ് പകുതി കുറ്റക്കാരൻ എന്നുള്ള ഒരു കുറ്റസമ്മതി ഈ മൊഴികൾ ഈ ബൈറ്റിൽ പറയുന്നുണ്ട്. എടുത്ത പിന്നെ ഭരണം പെടുന്നുള്ള വിളിയോ അതിനെ കട്ട് തട്ടി വിട്ടു. അന്നേരം ഉണ്ട് ഒരു ഒരു എനിക്കൊരു വീഡിയോ കണക്ക് എന്റെ ഇതിനകത്ത് വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പോവെന്നും പറഞ്ഞ് ഫാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഓടി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് ഇങ്ങനെ ഞാൻ കാര്യം ഇത് പല പ്രാവശ്യം ഈ ആ, പിന്നെ അതുല്യ മരിക്കും എന്നുള്ള രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ അതുല്യ നടത്തിയിട്ടുണ്ട്. അതുല്യയുടെ സഹോദരിക്ക് ഈ വീഡിയോയും അമ്മയ്ക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഇവൻ തന്നെയാണ്, ഈ മൊട്ടയാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളത് ആദ്യമേ പറഞ്ഞു കൊടുക്കും. കാര്യം ആ കുട്ടിക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഇതാണ്. കഴിഞ്ഞ ഒരു ഷാർജയിൽ വെച്ച് ഇവരുടെ അച്ഛൻ തന്നെ പോയിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ കോംപ്രമൈസ് ചെയ്താണ്. പല പ്രാവശ്യം ഈ കുട്ടി, വേറൊരു കുട്ടി നിൽക്കത്തില്ല ഇവന്റെ കൂടെ. പല പ്രാവശ്യം വീട്ടുകാർ നിർബന്ധിച്ചാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട്. പക്ഷെ താലി കെട്ടിയവനോടുള്ള ആ ഒരു മനസ്സിലെ സ്നേഹം ഒരു കുട്ടിയുണ്ട്. അതോർത്ത് മാത്രമാണ് ഈ ബന്ധം വീണ്ടും 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 ഈ സ്ഥിതിയിലേക്ക് പോയത്. വന്നപ്പോൾ ഡോർ ഓപ്പൺ ആയി. ഇവിടുത്തെ ഡോർ ഓപ്പൺ ആണ്. അവൾ ലോക്ക് ചെയ്ത ഡോർ ഓപ്പൺ ആയിരുന്നു. ശേഷം വന്ന് കിടക്കുമ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാല് പൊക്കാവുന്ന രീതിയിൽ കാല് മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു. ആ ലെവൽ ഇതിൽ തന്നെ ഒരു കള്ളമുണ്ട്. ഫാനിൽ തൂങ്ങിയ താഴെ ഒരു കാരണവശാലും മുട്ടാൻ സാധ്യതയില്ല. ഇത് മുട്ടുന്ന രീതിയിലാണ് നിൽക്കുന്നു പറഞ്ഞു. പക്ഷെ അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം. പക്ഷെ ഇതിനകത്തില് പറയുന്നതിനകത്തിൽ തന്നെ ഇതിനകത്ത് ചില നിഗൂഢതകളില്ലേ എന്ന് നമുക്ക് സംശയിക്കാം. അങ്ങനെ കാല് മുട്ടിക്കുകയാണെങ്കിൽ മേളിലോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ ആ കുരുക്ക് മുറുകത്തില്ല. അപ്പൊ അവിടെ ആ ഒരു കാര്യത്തിൽ തന്നെ ഒരു സംശയം അവിടെ വസ്തു വരുന്നുണ്ട്. പിന്നെ ഇവന്റെ പല സംസാരങ്ങളിലും നമുക്ക് സൂക്ഷിച്ച് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, പല കാര്യങ്ങളും ഇവൻ തന്നെ പറയുന്നുണ്ട് ഇങ്ങോട്ട്. ഞാൻ കാണുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ തട്ടി ഞാൻ പിടിച്ച് വലിച്ചിട്ട് എന്റെ ഇത് കയ്യിലേക്കകത്തായിരുന്നു തൂങ്ങിക്കിടന്നത്. പിടിച്ച് വലിച്ചു താഴോട്ട് വീണു. വീണപ്പോഴെനിക്ക് മനസ്സിലായി തണുത്തിട്ട് ശരീരം മൊത്തം തണുത്തിരിക്കുമായിരുന്നു. ഞാൻ ട്രിപ്പിൾ നൈനെ വിളിച്ചു. അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നെഞ്ചത്ത് ഞെക്കുന്നു, അവിടെ നിന്ന് കൂടുതൽ ഞാൻ എല്ലാം ചെയ്തു. ഒരു ഞെരക്കം ഞാൻ കേട്ടു. അതിനുശേഷം പിന്നെ ഇവിടെ താഴെ വന്നിട്ട് ഞാൻ എന്തായാലും ശരി, ഇവൻ കുടുങ്ങും. ഇവന്റെ വീട്ടിലെ ഇവന്റെ സ്വന്തം അമ്മയുമായി പോലും ഈ കാണുന്നതാണ് ഈ സതീഷിന്റെ അമ്മ. ഈ അമ്മയുമായി പോലും
യാതൊരു ബന്ധവുമില്ല. ഇവൻ പറയുന്നുണ്ട് ഇവന്റെ ചേട്ടൻ മരിച്ചത് ഇവന് ഭയങ്കര ആഘാതമായി എന്നൊക്കെ പറഞ്ഞു. ഈ അമ്മ പറയുന്ന വാക്കുകളൊന്ന് കേട്ടോണം. അവസാനമായിട്ട് ഇവിടെ എത്തിയത് എൻ്റെ മൂത്ത മോൻ മരിച്ചിട്ട് 5 വർഷമായി. അപ്പോൾ അന്നും വന്നില്ല. ഒരു ഈ വൈറ്റില് പറയുന്നത് ഇവന്റെ ചേട്ടൻ മരിച്ചവന് ഭയങ്കര ഫീലിംഗ് ആയി, ഭയങ്കര വിഷമമായെന്ന് പറഞ്ഞ്. സ്വന്തം അമ്മ പറയുന്നു ചേട്ടൻ മരിച്ചിട്ട് പോലും അവൻ വീട്ടിലോട്ട് കയറാത്തവനാണെന്ന്. അതാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം. പിന്നെ അതിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനായിട്ട് അവർ രണ്ടുപേരും ഇവിടെ വന്ന് കല്യാണം പറയാനായിട്ട് ഇവിടെ വന്ന് അന്നാണ് മോൻ മരിച്ചതിനൊക്കെ അവരുടെ വീട്ടിലാണ് ഗൾഫിൽ നിന്ന് വന്നത്. വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ മോൻ മരിച്ചതിനെങ്കിലും ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് കല്യാണവും പറഞ്ഞ് പോയ അന്ന് ഞാൻ കണ്ടതാ. പിന്നെ ഞങ്ങൾ ഇതാണ് ഒരമ്മ പറയുന്ന കാര്യങ്ങൾ. ഇനിയും അതുല്യയുടെ അമ്മ, ഇതിന്റെ വ്യക്തമായ തെളിവുകളെല്ലാം അതുല്യയുടെ അമ്മയുടെ കയ്യിലുണ്ട്. ഈ കേസ് കേരളത്തിലായാലും ദുബായിൽ ഷാർജയിൽ അന്വേഷിച്ചാലും ഇതിന് പ്രഥമദൃഷ്ടിയ തെളിവുകളെല്ലാം ഉണ്ട്. ഇവനെതിരാണ്. ഇവനിനി മറ്റൊന്നും ചെയ്തതല്ലേ പോലും ഇവന്റെ ഈ പീഡനങ്ങൾ നടത്തിയ ആ കുട്ടിയെ ആ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. കൈ പിടിച്ച് തിരിക്കുമ്പോ ആ കരയുന്ന ഒരു രംഗമുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ അങ്ങ് മനസ്സിന് അത്രയും പ്രയാസം ഉണ്ടാക്കിയ ഒരു സീനാണ് അതൊക്കെ. ആ കുട്ടി എന്തിനു ഇവന് വേണ്ടി പിന്നെ നിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇതിന് സംഭവം നടക്കുന്നതിന് 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ ഫോൺ വിളിച്ച് ഇങ്ങനെ ഉള്ള അടയാളങ്ങളൊക്കെ കാണിച്ച് പ്ലേറ്റ് വെച്ച് തലയ്ക്കടിച്ച കാര്യവും ഒക്കെ പറഞ്ഞ് കയ്യിൽ ശരീരത്തെല്ലാം പാടുകളൊക്കെ കാണിച്ച് അത് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ നീ എന്തിനാ ഈ അടിയെല്ലാം കൊള്ളുന്നത്, നീ ഇഞ്ഞു വാ, അവൻ്റെ 15 സെന്റും വീടും ഒന്നും നമുക്ക് വേണ്ട, നിനക്ക് ഇവിടെ ഉണ്ടല്ലോ ഉള്ളത്, നീ ഇഞ്ഞു പോരാൻ പറഞ്ഞ ഒരു പെൺകുഞ്ഞല്ലേ, അത് പഠിക്കാൻ ബുദ്ധിയുള്ള കുഞ്ഞാ, അതെങ്ങനെങ്കിലും. ഇവന് സംശയരോഗം, ഇവനൊരു സൈക്കോ ആണ്. ഇവന് സംശയരോഗമാണ് മെയിനായിട്ടുള്ള കേസ്. കാര്യം ഇവർക്ക് വരുന്ന സഹോദരിയുടെ ഫോൺ കോൾ പോലും സ്പീക്കർ ഇട്ട് കേൾപ്പിക്കണം, ഇല്ലെങ്കിൽ വിളിക്കാൻ അനുവദിക്കത്തില്ല. ഇവൻ പുറത്തു പോകുമ്പോൾ ഡോറ് പൂട്ടി പോകുന്നത് 2 ഇതുണ്ടെന്ന് പറയുന്നെങ്കിൽ അവൻ 2 താക്കോലും അവൻ കരസ്ഥമാക്കിയിട്ട് ഈ കുട്ടിക്ക് അത് കൊടുക്കാതെയാണ് അവൻ പോയിട്ടുള്ളത്. അതൊക്കെ ഇനി അന്വേഷണ പരിധി വേണ്ട കാര്യങ്ങളാണ്. ഇതുപോലെ ഇപ്പൊ പറയുന്നുണ്ട് അച്ഛൻ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇവൻ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് വിശ്വസിക്കാനേ പറ്റില്ല. ഇവൻ എപ്പോഴും മാറ്റി മാറ്റി പറയുന്നവനാണ്. ഇപ്പൊ പറയുന്നതായിരിക്കത്തല്ല പിന്നെ പറയുന്നത്. പെട്ടെന്ന് തന്നെ അവൻ മാറുന്നവൻ, അവൻ സാഹചര്യത്തിനനുസരിച്ച് മാറ്റി മാറ്റി പറയുന്ന സ്വഭാവം ഉള്ളവനാണ് അവൻ. മനസ്സിലായോ? അപ്പൊ അവന്റെ ആ വാദത്തിനോട് നമ്മൾ അത്ര അതിന് അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും കാണുമല്ലോ. അവിടെ അതിന്റെ ഉദ്യോഗസ്ഥന്മാർ അതിനെ പിന്നെ എടുത്തപ്പോഴൊക്കെ അറിയാം, അവിടെ അതിന്റെ സാഹചര്യ തെളിവുകളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും ശരി, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം തേവലക്കരയിൽ മരിച്ച ഒരു കുടുംബത്തിന്റെ സ്വപ്നമായിരുന്ന ഒരു പയ്യനാ പോയത്. അതുപോലെ തന്നെ ഇവിടെ ഈ അമ്മ മരിക്കുമ്പോൾ ഒരു 10 വയസ്സുകാരി 11 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ കാര്യമൊക്കെ നമ്മൾ മലയാളികൾക്ക് ഒത്തിരി നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു പരിഹാരം ഒരു രീതിയിലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കുടുംബം, നമ്മൾ സമൂഹം തന്നെ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ രമ്യതയിലാക്കുവാൻ, അല്ലെങ്കിൽ അത് അവരുടെ ജീവിതം പറ്റത്തില്ലായിരുന്നെങ്കിൽ നിർബന്ധപൂർവം ഡിവോഴ്സ് വാങ്ങിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഒരു ജീവിതം, ആ കുഞ്ഞിന് അമ്മയില്ലാതെ ആകുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലായിരുന്നു. ആ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഇത്രയും നാളും അവര് ഈ ലൈഫ് കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട് പല കേസ്. അതുപോലെ ഉപദ്രവിക്കുന്ന സമയത്ത് വീഡിയോ ഈ അതുല്യ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കത്തിയെടുത്ത് കാണിക്കുമ്പോൾ പോലും അത് പേരയ്ക്ക് എന്തി, പിന്നെ മാങ്ങ എന്തി, മാങ്ങ പൊള്ളാനാണ് എന്നൊക്കെ പറഞ്ഞ് എന്നുവെച്ചാൽ ഇവന് മനസ്സിലായി ഇവൻ അതെല്ലാം നൈസായിട്ട് വേറെ രീതിയിലാക്കുന്ന കാര്യങ്ങളാണ് ഇവൻ ചെയ്തിട്ടുള്ളതെല്ലാം. ഞാൻ പോലീസ് വന്നു, ഒരു ബോഡി വന്നു, എന്നിട്ട് പറഞ്ഞു എന്റെ മനസ്സിൽ പല വിഷമങ്ങളുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ ഇവർക്ക് റിപ്ലൈ ഇല്ല. ഒന്നാമത്തെ കാര്യം, നീ എന്തിനു ചെയ്തോന്നില്ലേ, എന്റെ കുഞ്ഞിനെ എന്തിനു കൊണ്ട് കളഞ്ഞു. പറയുന്ന രണ്ടാമത്തെ പ്രഗ്നന്റ് ആയപ്പോൾ അബോർഷൻ ചെയ്ത കാര്യമാണ്. നാട്ടിൽ പോയപ്പം അതുല്യയുടെ അമ്മയോടും ചേർന്നാണ്, ഇവനോട് പെർമിഷൻ ഇല്ലാതെയാണ് ചെയ്തെന്ന് പറഞ്ഞത്. പക്ഷെ ഇതിന് മറുപടി ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, അതുല്യയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു അവന്റെ പെർമിഷനോടുകൂടിയാണ് ചെയ്തത്. ഇവൻ പറയുന്ന വേറൊരു ന്യായീകരണം
ഇവന് 10-40 വയസ്സായി, ഡയബറ്റിസ് ഉണ്ട്, ഇനിയും ഇവന് വലിയ ലൈഫ് ഇല്ല, അത് വരുമെന്നുള്ളൊരു ആദിയുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനെ കൂടെ വളർത്താൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഇതിലാണ് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ്. ഡയബറ്റിസിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ലിക്വർ എന്ന് പറയുന്നത്. ഇവൻ തന്നെ പറയുന്നു അവിടെ മദ്യം കഴിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അവന്റെ ആ കണ്ണു നോക്കി ഇരിക്കുന്ന കണ്ടില്ല, അവന് വലിയ ആയുസില്ല. കാര്യം ഇപ്പം തന്നെ അവന്റെ എല്ലാം പകുതി ആയുസ് തീർന്നിരിക്കുകയാണ്. ബാക്കി കൂടി ഈ നിയമത്തിന്റെ മുന്നിലെ നാട്ടിൽ വരുന്ന അവിടെ വെച്ച് തന്നെ കൃത്യമായ ശിക്ഷ കൊടുക്കുക. കാര്യം ഇതുപോലെ ഓരോ ആഴ്ചയിലും നമ്മൾ 1-2 കേസുകൾ ആവർത്തിക്കുമ്പോൾ ഇനിയും അവിടെ കഴിയുന്ന ഇതുപോലുള്ള നമ്മുടെ സഹോദരിമാർക്ക് നാളെയെങ്കിലും ഇതൊരു അനുഭവമായി ഈ ഇവരുടെ ഭർത്താക്കന്മാർ എടുത്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒതുങ്ങാൻ സാധ്യതയുണ്ട്. ആ കുട്ടിയുടെ കുടുംബത്തിന് ഇതെല്ലാം താങ്ങുവാനുള്ള ശക്തി ജഗദീശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.